നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭയുടെ പ്രൗഢ തേജസ് ചെങ്ങന്നൂർ ഭദ്രാസനാധിപനായിരുന്ന പുണ്യശ്ലോകനായ അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയുടെ 6ാം ഓർമ്മപ്പെരുന്നാൾ ഓതറ സെൻറ് ജോർജ് ദേറായിൽ മലങ്കര സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസ, ശ്ലൈഹിക വാഴ്വ്, കബറിങ്കൽ ധൂപാർപ്പണം, നേർച്ച എന്നിവ നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വിശ്വാസ തീഷ്ണത കൊണ്ടും സാമൂഹ്യ ഇടപെടലുകൾ കൊണ്ടും ദീപ്തമാക്കിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു മാർ അത്താനാസ്യൂസ് എന്ന് പരിശുദ്ധ ബാവ തിരുമേനി അനുസ്മരിച്ചു. ചടങ്ങിൽ MOC പബ്ലിക്കേഷൻ മുൻ അധ്യക്ഷനും ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത രചിച്ച നവജീവന സുവിശേഷം എന്ന പുസ്തകം ഓതറ സെൻറ് ജോർജ് ദേറായിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ബോംബെ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തായ്ക്ക് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. വയനാട് ദുരന്തബാധിതർക്കായി ഓർത്തഡോക്സ് സഭ നിർമ്മിക്കുന്ന 50 ഭവനങ്ങൾക്ക് വേണ്ടി ചെങ്ങന്നൂർ ഭദ്രാസനം നൽകുന്ന സംഭാവനയുടെ ആദ്യ ഗഡു 10 ലക്ഷം രൂപയുടെ ചെക്ക് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസും ഭദ്രാസന യുവജന പ്രസ്ഥാനം പ്രവർത്തകരും ചേർന്ന് ബാവ തിരുമേനിക്ക് കൈമാറി. ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയുടെ 6ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് മാർ ഒസ്താത്യോസ് ഗ്ലോറിയ ഭവനിലെ പ്രിയപ്പെട്ടവർക്കായി സ്നേഹവിരുന്നും നൽകിയിരുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ശ്രീ റിൻചൻ ലാമോ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുമായി കൂടിക്കാഴ്ച നടത്തി. പരുമല സെമിനാരി പള്ളിയും ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്ററും സന്ദർശിച്ച ശേഷമാണ് കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ എത്തിച്ചേർന്നത്. KT ചാക്കോ IAS, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീച്ച് കോറപ്പിസ്കോപ്പ, പഴയ സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, സഭാ PRO ഫാദർ മോഹൻ ജോസഫ്, പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ്, ഫാദർ PA ഫിലിപ്പ്, ന്യൂനപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാദർ ബെന്യാമീൻ ശങ്കരത്തിൽ എന്നിവരുമായി ചർച്ചകൾ നടത്തി. സഭാംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഡേവിഡ് ബാബുവും സന്നിഹിതനായിരുന്നു. തുമ്പമൺ MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിലൂടെ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തുമ്പമൺ സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അംഗമായ 10ാം ക്ലാസ് വിദ്യാർത്ഥി തീമോത്തി സക്കറിയ ഷിബുവാണ് യന്ത്രം രൂപകൽപ്പന ചെയ്തത്. MGOCSM കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് തീമോത്തി. വിദ്യാർത്ഥികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിൻ്റെ സഹായത്തോടെയാണ് ഇത് സാധിച്ചത്. 4 സ്ഥാനാർത്ഥികളുടെ പേരുകൾ യന്ത്രത്തിലുണ്ടായിരുന്നു. വോട്ടർമാർക്ക് അവർക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടൺ അമർത്താം. അപ്പോൾ ഇൻഡിക്കേറ്റർ തെളിയുന്നതിനൊപ്പം 30 സെക്കൻഡ് കഴിഞ്ഞ് ബീപ്പ് ശബ്ദം മുഴങ്ങും. ഇതിനൊപ്പം യന്ത്രവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോണിലെ ആപ്പിൽ ഓരോ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളും രേഖപ്പെടുത്തുന്ന വിധമായിരുന്നു പ്രവർത്തനം. 8ാം ക്ലാസ്സിലെ 50 വിദ്യാർത്ഥികളാണ് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ദുബായിൽ വെച്ച് നടന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള എക്യൂമെനിക്കൽ സംവാദത്തിന് എത്തിച്ചേർന്ന പ്രതിനിധികൾക്ക് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി. റഷ്യൻ ഓർത്തഡോക്സ് സഭാപ്രതിനിധികളായ ബിഷപ്പ് അഭിവന്യ കിറിൽ പാത്രിയർഗീസ്, ഹൈറോ മോങ്ക് സ്റ്റെഫാൻ, ഹൈറോ മോങ്ക് മാർക്ക്, മാസ്കിൻ കലിനിൻ, മലങ്കര ഓർത്തഡോക്സ് സഭാപ്രതിനിധികളായ അഭിവന്യ സക്കറിയ മാർ നിക്കോളവാസ്, അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ്, ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, ഫാദർ ജിയോ ജോസഫ്, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ജേക്കബ് മാത്യു എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ഇടവക വികാരി ഫാദർ അജു എബ്രഹാം, സഹവികാരി ഫാദർ ജാക്സൺ M. ജോൺ, ട്രസ്റ്റി ഷാജി പുഞ്ചക്കോണം, സെക്രട്ടറി തോമസ് ജോസഫ്, ജോയിൻറ്റ് ട്രസ്റ്റി ബിനു വർഗീസ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്യാം ഫിലിപ്പ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി.
MGOCSM കേന്ദ്ര കലാമേള പന്തളം കൂരമ്പാല സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവകയിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു. 400ഓളം വിദ്യാർത്ഥികൾ വിവിധ കലകളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് മാറ്റുരച്ച വർണ്ണപ്പകിട്ടാർന്ന വേദികൾ, ശ്രുതിമനോഹരമായ പാട്ടുകൾ കൊണ്ടും വാക്ചാരുത നിറഞ്ഞ പ്രസംഗങ്ങളും വിവിധ ഭാവങ്ങൾ ഉൾക്കൊണ്ട മോണോ ആക്റ്റും തൂലിക കൊണ്ട് പേപ്പറുകളിൽ വിസ്മയം തീർത്ത കഥകളും കവിതകളും ഉപന്യാസ മത്സരങ്ങളും വരകൾ കൊണ്ടുള്ള കാർട്ടൂണും നിറങ്ങൾ ചാലിച്ച വാട്ടർ കളറിങ്ങും വേദികൾക്ക് മാറ്റുകൂട്ടി. പരിശുദ്ധ സഭയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായ അഭിവന്ദ്യ പിതാക്കന്മാർ തിരിതെളിയിച്ച് കലാമത്സരം ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തിയപ്പോൾ വൈദിക ശ്രേഷ്ഠന്മാരുടെയും ശെമ്മാശന്മാരുടെയും സാന്നിധ്യം കലാമേളയ്ക്ക് അനുഗ്രഹമായി. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുവാൻ കൂരമ്പാല സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരി, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, വിദ്യാർത്ഥി യുവജന സൺഡേ സ്കൂൾ മർത്തമറിയം സമാജ അംഗങ്ങൾ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കലാമേള ഒരു ഇടവകയിൽ വെച്ച് ഏറ്റവും ഭംഗിയായി നടത്തുവാനായി സാധിച്ചു. മത്സരാർത്ഥികൾ ഉൾപ്പെടെ 600ഓളം പേർ പങ്കെടുത്തുവെന്ന് സംഘാടകർ അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തം നടന്ന പ്രദേശങ്ങൾ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. മലങ്കര സഭയുടെ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്തായും യുവജന പ്രസ്ഥാനം പ്രസിഡന്റുമായ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി നേതൃത്വം നൽകി. ചൂരൽമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ ടോം തോമസ് ദുരന്ത സ്ഥലങ്ങളിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ദാരുണമായ ദുരന്തത്തിൽ മൃതിയടഞ്ഞവരുടെ ശവകുടീരങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. ചൂരൽമല പള്ളിയിൽ അഭിവന്ദ്യ തിരുമേനിയെ ഇടവാംഗങ്ങൾ സ്വീകരിച്ച് ദേവാലയത്തിൽ ലുത്തിനിയ നടത്തിയ ശേഷം അഭിവന്ദ്യ തിരുമേനി ഇടവാംഗങ്ങളായ അതിജീവിതരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ദുരന്തഭൂമിയിലൂടെ അഭിവന്ദ്യ തിരുമേനിയും പ്രദേശവാസികളും കാൽനടയായി സഞ്ചരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. ഭീകരമായ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം നേരിട്ട് കാണുമ്പോൾ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകൂ എന്ന് അഭിവന്ദ്യ തിരുമേനി അഭിപ്രായപ്പെട്ടു. കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനുമായി പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. ഗവൺമെൻറ് അടിയന്തരമായി ഇരകളായവർക്ക് സഹായം നൽകുകയും പുനരധിവാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആക്കണമെന്നും അഭിവന്ദ്യ തിരുമേനി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഫാദർ ഷിജി കോശി, ഫാദർ വിജു ഏലിയാസ്, ഫാദർ ടോം തോമസ്, ഫാദർ അജി കെ തോമസ്, ശ്രീ പേഴ്ക്കണ്ണത്ത് എന്നിവർ അഭിവന്ദ്യ തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. മെഴുവേലി ആലക്കോട് അൽഷിമേഴ്സ് കെയർ ഹോമിൻ്റെ ഉദ്ഘാടനം ശ്രീ ആൻഡോ ആൻ്റണി MP നിർവഹിച്ചു. പ്രായമുള്ളവരെ ബാധിക്കുന്ന രോഗാവസ്ഥയായ അൽഷിമേഴ്സ് രോഗത്തിന് ഫലപ്രദമായ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആർക്കും ബാധിച്ചേക്കാവുന്ന ഈ രോഗാവസ്ഥയിൽ പരിശീലനം സിദ്ധിച്ച ഡോക്ടറുടെയും ജീവനക്കാരുടെയും സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി അവരെ പരിചരിക്കുക, നഴ്സിംഗ് സഹായം നൽകുക എന്നതാണ് മെഴുവേലിയിലെ ആലക്കോട്ടച്ചൻ എന്നറിയപ്പെടുന്ന റവറൻ ഡോക്ടർ മത്തായി ആലക്കോട് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഹെബ്രോൻ ഹിൽസ് റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ അനുബന്ധമായാണ് ഈ സ്ഥാപനവും ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ്, മുംബൈ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂറിലോസ്, പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി നാഗ്പൂരിൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. അഭിവന്ദ്യ തിരുമേനിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കോർപ്പിസ്കോപ്പന്മാരും വൈദികരും ചേർന്ന സ്ഥാപനത്തിൻ്റെ കൂദാശയും നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിലടക്കം അപൂർവമായി മാത്രമുള്ള ഇത്തരം ക്ലിനിക്കുകളുടെ പ്രസക്തിയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ഹെബ്രോൻ ഹിൽസ് ഡയറക്ടർ ഡോക്ടർ മത്തായി ആലക്കോട് കോർപ്പിസ്കോപ്പയുടെ നന്മയുടെ പ്രവൃത്തിയെ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും പ്രശംസിച്ചു. ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതബാധിതർക്കുള്ള കരുതലിൻ്റെ ഭാഗമായി 2 കുടുംബങ്ങൾക്ക് സ്ഥിരമായ പുനരധിവാസം ലഭിക്കുന്നതുവരെ എല്ലാവിധ സൗകര്യത്തോടും കൂടി താമസിക്കുന്നതിനായി ഹോം ഫോർ ഹോംലെസ് പദ്ധതിയിൽ നിർമ്മിച്ച 2 വില്ലകൾ വിട്ടു നൽകുന്നതിനുള്ള സമ്മതപത്രവും ജില്ലാ കളക്ടർക്ക് കൈമാറി. ഓൺലൈൻ മലയാളം ആരാധന പഠന ക്ലാസിൻ്റെ ഉദ്ഘാടനവും
ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു. ഹെബ്രോൻ ഹിൽസിൻ്റെ നേതൃത്വത്തിൽ വർഷം തോറും നൽകി വരുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണവും നടത്തപ്പെട്ടു. റവറൻ ഡോക്ടർ മത്തായി ആലക്കോട്, ശ്രീ കോശി തോമസ്, ശ്രീമതി ഡെയ്സി വർഗീസ്, ശ്രീ തോമസ് ബേബി, റവറൻ ജോർജ് മാത്യു റെമ്പാൻ, ശ്രീ മാത്യൂസ് കറിയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ 44-ാം ഓർമ്മപ്പെരുന്നാളിൻ്റെയും വന്യ PC യോഹന്നാൻ റമ്പാച്ചിൻ്റെ 16-ാം ഓർമ്മ ദിനാചരണത്തിൻ്റെയും പെരുന്നാൾ കൊടിയേറ്റ് ഓഗസ്റ്റ് 25-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ടു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ ജനറൽ സെക്രട്ടറിയെ ആർത്താറ്റ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ആദരിച്ചു. ഓഗസ്റ്റ് 25-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാന കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്തായും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ പ്രസിഡന്റുമായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അർപ്പിക്കുകയും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ ജനറൽ സെക്രട്ടറി റവറൻ അസിർ എബനേസറിന് ഇടവകയുടെ ആദരവ് നൽകുകയും ചെയ്തു. പരിപാടിക്ക് വികാരി ഫാദർ VM ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ ഡോക്ടർ TJ ജോഷുവ ബൈബിൾ ദർശനങ്ങളെ ജനകീയമാക്കിയ പ്രതിഭയായിരുന്നുവെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ. മലയാളത്തിലെ വേദവ്യാഖ്യാനവും ബൈബിൾ ദർശനവും ജനകീയമാക്കിയ സാന്ത്വന ദാർശനിക പ്രതിഭയായിരുന്നു ഫാദർ ഡോക്ടർ TJ ജോഷുവ എന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയും ഫാദർ ഡോക്ടർ TJ ജോഷുവ ഫൗണ്ടേഷനും സംയുക്തമായി പഴയ സെമിനാരിയിൽ നടത്തിയ ഫാദർ ഡോക്ടർ TJ ജോഷുവ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. ജാതിമത ഭേദമന്യേ അനേകങ്ങൾക്ക് സാന്ത്വന സ്പർശമായി തീർന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള സാഹിത്യത്തിന് ലഭിച്ച അമൂല്യമായ സംഭാവനകളാണെന്നും പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു. മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ഫൗണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ സെക്രട്ടറി ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ ജീവിതരേഖ അവതരിപ്പിച്ചു. സെമിനാരി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത, മാർത്തോമ സെമിനാരി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ VS വർഗീസ്, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, FFRRC രജിസ്ട്രാർ ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു, പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ്, മാത്യു ചെറിയാൻ, ജോർജ് വർഗീസ് നെടുമാവ്, ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ ജേക്കബ് കണ്ണുമൂട് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ഡോക്ടർ TJ ജോഷുവയുടെ എണ്ണച്ഛായ ചിത്രം പരിശുദ്ധ കാതോലിക്ക ബാവ അനാച്ഛാദനം ചെയ്തു. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മാർ ദിയോസ്കോറോസ് കോളേജ് ഓഫ് ഫാർമസിക്ക് ISO അംഗീകാരം ലഭിച്ചു. പരുമല ഇല്ലിമലയിലെ മാലിപ്പുരയിൽ കടവിൽ ചുണ്ടൻവള്ളത്തിൻ്റെ കൂദാശ മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി നിർവഹിച്ചു. കിഴക്കമ്പലം ബേത്ലഹേം സെൻറ് മേരീസ് ദേറായുടെ ചരിത്ര ഗ്രന്ഥമായ ബേത്ലഹേം ദേറ ചരിത്രം ദർശനം പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു. ദേറായിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തയും ദേറായുടെ വിസിറ്റർ ബിഷപ്പുമായ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത, ദേറായിലെ സീനിയർ അംഗവും മുൻ മദർ സുപ്പീരിയറുമായിരുന്ന സിസ്റ്റർ എലിസബത്ത് OSM നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യൂസിൻ്റെ വിയോഗം സമൂഹത്തിന് കനത്ത നഷ്ടമെന്ന് മന്ത്രി സജി ചെറിയാൻ. സാമൂഹിക വിഷയങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുകയും നാടിൻ്റെ വികസനം എപ്പോഴും സ്വപ്നം കാണുകയും ചെയ്ത മാർ അത്താനാസ്യൂസിൻ്റെ വിയോഗം സമൂഹത്തിന് കനത്ത നഷ്ടമാണുണ്ടാക്കിയതെന്ന് മന്ത്രി സജി ചെറിയാൻ ബഥേൽ അരമനയിൽ വെച്ച് നടന്ന മാർ അത്താനാസ്യൂസ് അനുസ്മരണ സമ്മേളനവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സമ്മേളനത്തിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് അധ്യക്ഷത വഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. തൻ്റെ പിതാവായ ഉമ്മൻചാണ്ടിയെ ഏറെ സ്നേഹിച്ചിരുന്ന തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനി സമൂഹത്തിനു വേണ്ടി വിശാല കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു.
വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ പി കെ കോശി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ മത്തായി കുന്നിൽ, കൗൺസിൽ അംഗങ്ങളായ ഫാദർ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ, ഫാദർ മത്തായി സഖറിയ, ടി വി വർഗീസ്, ബാബു അലക്സാണ്ടർ, റെജി ജോർജ്, KRB, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജേക്കബ് ഉമ്മൻ, സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ സജി പട്ടരുമഠം, PRO ജോർജ് വർഗീസ്, പ്രോഗ്രാം കൺവീനർ റിജോഷ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസനത്തിൻ്റെ മുഖപത്രമായ ബഥേൽ പത്രികയുടെ ചീഫ് എഡിറ്റർമാരായിരുന്ന വെരി റവറൻഡ് മാത്യു വർഗീസ് പുളിമൂട്ടിൽ കോർപ്പിസ്കോപ്പ, ഫാദർ ഐബ് പി സാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചവർക്കും 10-12 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർക്കും മാർ അത്താനാസ്യൂസ് മെറിറ്റ് അവാർഡ് നൽകപ്പെട്ടു. ചടങ്ങിൽ ഭദ്രാസന ഗായക സംഘം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കാതോലിക്ക മംഗളഗാനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. MG യൂണിവേഴ്സിറ്റി MSc സൈക്കോളജിയിൽ 6ാം റാങ്ക് ലഭിച്ച സോന അനിൽ, വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോൺ മത്തായി, അമേരിക്കൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് നേടിയ MGM ഗ്രൂപ്പ് ചെയർമാനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, അമേരിക്കയിലെ മാസ് ട്രാൻസിറ്റ് മാസികയുടെ പ്രൊഫഷണൽ പുരസ്കാരമായ ദി മാസ് ട്രാൻസിറ്റ് 40 അണ്ടർ 40 ലഭിച്ച സ്നേഹ സൂസൻ ജോർജ്, MG യൂണിവേഴ്സിറ്റി MSc ബയോ നാനോ ടെക്നോളജിയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി അനൂക്കെ ലാൽ, MG യൂണിവേഴ്സിറ്റി MSc ബയോസ്റ്റാറ്റിക്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി ജസ്ലിൻ അന്ന ജോസ് എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.